ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എമറേസ്റ്റോയുടെ ഫാസ്റ്റ് 5ന്റെ 33ാമത്തെ ഡ്രോയുടെ റിസൾട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ജനുവരി 1-ാം തീയതി മുതൽ മഹസൂസും എമറേസ്റ്റോയും താൽക്കാലികമായിട്ട് പൗസ് ചെയ്തു വെച്ചതാണ്. എമറേസ്റ്റോ കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവർ യുഎയിലാണ് ജനുവരി 1-ാം തീയതി മുതൽ പൗസ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഗ്ലോബലിയുള്ള കസ്റ്റമേഴ്സിന് എമറേസ്റ്റോയുടെ ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. യുഎയിലാണ് ജനുവരി 1-ാം തീയതി മുതൽ അവർ പൗസ് ചെയ്തു വെച്ചിട്ടുള്ളത്. അത് റെസ്യൂം ചെയ്ത സമയത്ത് അവർ നമ്മൾ അറിയിക്കുന്നതാണ്. നിലവിൽ ഗ്ലോബലിയുള്ള കസ്റ്റമേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നാണ് ഈ ഒരു ഫാസ്റ്റ് 5 ഡ്രോ റിസൾട്ട് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് റിസൾട്ടിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഗ്രാൻഡ് പ്രൈസ് കാറ്റഗറിയിൽ ആരാണ് വിൻ ചെയ്തതെന്ന് നോക്കാം. ഈ പ്രാവശ്യം ഫാസ്റ്റ് 5 മെഗാ ഡ്രോ പ്രൈസിൽ സെലക്ട് ചെയ്തിട്ടുള്ള 5 നമ്പറുകൾ 13, 7, 15, 27, 29 എന്നീ നമ്പറുകളാണ്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള 5 നമ്പർ കയ്യിലെടുക്കുക. ഈ ഒരു 5 നമ്പറുമായിട്ട് നിങ്ങളുടെ നമ്പർ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 25 കൊല്ലത്തേക്ക് നിങ്ങൾ പണിക്ക് പോകേണ്ടതില്ല. എല്ലാ മാസവും 25 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് 25,000 ദിർഹം വീതമാണ് ലഭിക്കുക. ഒന്നിലധികം വിന്നേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ആ എമൗണ്ട് ഡിവൈഡ് ചെയ്യപ്പെടുന്നതാണ്. പക്ഷെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, ഈ പ്രാവശ്യം ആ ഒരു കാറ്റഗറിയിൽ വിന്നർ ഇല്ല. ഇനി നമുക്ക് ഫാസ്റ്റ് 5ന്റെ പ്രോമിസിംഗ് ആയിട്ടുള്ള റാഫിൾ ഡ്രോ റിസൾട്ട് നോക്കാം. ആദ്യം 25,000 ദിർഹം കാറ്റഗറിയാണ്. ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുള്ളത് അബ്ദുൾ റൌഫ് എന്ന പേരുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ റാഫിൾ ഐഡി ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കുക 25,000 ദിർഹമാണ്. അപ്പൊ നിങ്ങളാണോ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തത് എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തുക. ഇനി അടുത്തതായിട്ട് 50,000 ദിർഹം കാറ്റഗറിയാണ്. ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുള്ളത് രാജു അഠിനേനെയാണ്. അദ്ദേഹത്തിന്റെ റാഫിൾ ഐഡിയും ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളാണോ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തത് എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തുക. അദ്ദേഹത്തിന് 50,000 ദിർഹമാണ് ലഭിക്കുക. ഇനി അടുത്തതായിട്ട് റാഫിൾ ഡ്രോയിൽ 75,000 ദിർഹം ആരാണ് വിൻ ചെയ്തതെന്ന് നോക്കാം. ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തിട്ടുള്ളത് ഒയ്ബത് തുറാക്കുലോവ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ റാഫിൾ ഐഡിയും ഡീറ്റെയിൽസും ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളാണോ ആ ഒരു കാറ്റഗറിയിൽ വിൻ ചെയ്തത് എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തുക. അദ്ദേഹത്തിന് 75,000 ദിർഹമാണ് ലഭിക്കുക. അപ്പൊ ഫാസ്റ്റ് 5ന്റെ 33ാമത്തെ ഡ്രോയുടെ റിസൾട്ട് ആണ് ഇത്. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ജനുവരി 1-ാം തീയതി മുതൽ എമറേസ്റ്റോ യുഎയിൽ പൗസ് ചെയ്ത് വെച്ചതാണ്. ഗ്ലോബലിയുള്ള കസ്റ്റമേഴ്സിന് ഇപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർ കൃത്യമായിട്ട് ലൈവ് ഡ്രോക്കിടയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എമറേസ്റ്റോയിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളത് അറിയാത്ത ഒരാളാണെങ്കിൽ അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അറിയണം താല്പര്യമുള്ള ആൾക്കാർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അറിയിക്കുക. അടുത്ത വീഡിയോ വരെ ബൈ.